അവരെന്താണ് പ്രസംഗിക്കുന്നത് എന്ന് കേൾക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ ജനാവലി തടിച്ചു കൂടിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് 26-ാം തീയതിയാണ്. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ബെന്നി ബെഹനാനാണ്. ചാലക്കുടി പാർലമെന്റ് നിയോജകമണ്ഡലം എന്നും ഐക്യജനാധിപത്യ മുന്നണിക്ക് വളരെ സ്വാധീനമുള്ള ഒരു നിയോജകമണ്ഡലമാണ്. ഇത്തവണത്തെ പോരാട്ടം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളേക്കാൾ വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ തവണ നമ്മൾ 19 പേര് ജയിച്ചു. അതിലൊരാൾ കാലുമാറിപ്പോയി. 20-ൽ 19 നമ്മൾ ജയിച്ചു. ഇത്തവണ 20-ൽ 20 സീറ്റും നമുക്ക് ജയിക്കണം. 20 സീറ്റും ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കണം. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ നരേന്ദ്രമോദിയും BJPയും ഇനി രാജ്യത്ത് അധികാരത്തിൽ വന്നാലുള്ള ഭീകരാവസ്ഥയെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമുള്ളവരാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നല്ലോ. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് രാഹുൽ ഗാന്ധിയെ ഒരുപാട് ആക്ഷേപം പറഞ്ഞ് അനാവശ്യം പറഞ്ഞിട്ടാണ് പോയത്. ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ച് നമുക്കൊരു സങ്കല്പമുണ്ട്. പക്ഷെ അതിൽ നിന്നും താഴ്ന്ന ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം ഒരു തവണയല്ല 7 പ്രാവശ്യമാണ് നമ്മുടെ കേരളത്തിൽ വന്നത്. അപ്പൊ 20-ൽ 20 സീറ്റും UDF ജയിക്കുന്ന ഒരു സ്ഥലത്ത് ഓരോ MP എങ്കിലും ജയിച്ചു കിട്ടണം. അതാണ് നരേന്ദ്രമോദിയുടെ ആഗ്രഹം. അതുകൊണ്ടാണ് അദ്ദേഹം 6-7 തവണ വന്നത്. തെരഞ്ഞെടുപ്പിന് മാത്രമല്ല, അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നു. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരിക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. പക്ഷേ അങ്ങനെ 7 പ്രാവശ്യം കേരളം സന്ദർശിച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോലും വരാമെങ്കിൽ എന്തുകൊണ്ട് മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനമുണ്ടല്ലോ, അവിടെ ജനങ്ങളാണ് താമസിക്കുന്നത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണല്ലോ മണിപ്പൂർ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ഒരു സംസ്ഥാനമാണല്ലോ മണിപ്പൂർ. അവിടെ ഒരു സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്. BJPയുടെ മുഖ്യമന്ത്രിയാണ് അവിടെ ഭരിക്കുന്നത്. എത്രയോ നാളുകളായി മണിപ്പൂർ കത്തിക്കാളുകയാണ്. ഓരോ ദിവസവും 100 കണക്കിന് മനുഷ്യർ അവിടെ മരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബോംബ് വർഷം നടക്കുകയാണ്. പരസ്പരം വെടിവെച്ചും ആക്രമിച്ചും ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾ, കുട്ടികൾ. ഈസ്റ്റർ കഴിഞ്ഞല്ലോ. നമ്മളെല്ലാം ഈസ്റ്റർ നന്നായി ആഘോഷിച്ചു, പ്രാർത്ഥിച്ചു ദൈവത്തോട്. പക്ഷെ മണിപ്പൂരിലെ ജനങ്ങള് അവർക്ക് ഈസ്റ്റർ ആഘോഷിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ബോംബ് വർഷമാണ്. എപ്പോഴാണ് ഈ ആക്രമണങ്ങൾ? അതുകൊണ്ട് മാത്രമാണോ ഏതാണ്ട് 200ഓളം ക്രൈസ്തവ ദേവാലയങ്ങൾ അവർ തകർത്തു കളഞ്ഞു? ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോലും ഒരു അവസരമില്ല പോലും. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമല്ലേ, മതേതരത്വ രാജ്യമല്ലേ? ജനാധിപത്യവും മതേതരത്വവും നമ്മുടെ ജീവവായുവും പ്രാണവായുവല്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ കലാപരിഷിതമായ ഒരു സംസ്ഥാനത്ത് 6 പ്രാവശ്യം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനും ഞാൻ വയറ് കാണാൻ വരുന്നത് എനിക്കറിയാം വന്ന ശ്രീ പ്രധാനമന്ത്രിക്ക് ഒരു ദിവസം
മണിപ്പൂർ പോകാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? മണിപ്പൂരിലെ സമാധാനത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഒരു പങ്ക് വഹിക്കാനില്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ? രാജ്യം കത്തിക്കൊള്ളുകയല്ലേ? മനുഷ്യരല്ലേ മരിച്ചു വീഴുന്നത്? ഒരു ഭരണാധികാരി എന്ന രീതിയിൽ, പ്രധാനമന്ത്രി എന്ന രീതിയിൽ ആശ്വാസം നൽകേണ്ട, സമാധാനിപ്പിക്കേണ്ട, സാന്നിധ്യം അറിയിക്കേണ്ട പ്രധാനമന്ത്രി ഇത്രയും ഒക്കെ സാഹചര്യം ഉണ്ടായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. സ്വാഭാവികമായും ജനങ്ങളുടെ മനസ്സിലൊരു ചോദ്യമുണ്ട്. അവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രി കക്ഷി പിടിച്ചുകൊണ്ട്, ഒരു ഭാഗം ചേർന്നുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്നതിന് കൂട്ടുനിൽക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിൻ്റെ കൂടെയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നാൾ മുതൽ നമ്മൾ കാത്ത് സംരക്ഷിച്ച ജനാധിപത്യവും മതേതരത്വമുണ്ടല്ലോ, ആ മതേതരത്വത്തിന് ഏറ്റവും കൂടുതൽ ആഘാതമേൽക്കുന്ന ഈ കാലഘട്ടം, മനുഷ്യൻ തമ്മിൽ വെറുപ്പിക്കുന്ന, പരസ്പരം സംഘർഷമുണ്ടാക്കുന്ന, അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് രൂപം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് സമാധാനപരമായി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യം നിലനിൽക്കുകയാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ ശ്രീ ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള എംപിമാർ, ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും അവിടെ പ്രതിഫലിക്കും. നിയമം കൊണ്ടുവന്നാലും പ്രമേയങ്ങൾ വന്നാലും അതിൽ ചർച്ച നടക്കും. ബഹുമാനോടെ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹം ഇങ്ങനെ തേപ്പെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും. എന്താ പറയുന്നത്? കേരളത്തിൽ നിന്ന് പോയ എംപിമാരും അവിടെ പോയിട്ട് ഒന്നും പറഞ്ഞില്ല എന്ന്, ഒന്നും മിണ്ടിയില്ല എന്ന്. രാഹുൽ ഗാന്ധി BJP RSSനെ എതിർക്കുന്നില്ല പോലും. പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ 4500 കിലോമീറ്റർ നടന്ന് വെയിലും മഴയും മഞ്ഞും കൊണ്ട് ഈ രാജ്യം ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ ഭാരത് ജോഡോ, നമ്മൾ ഒരുമിക്കാം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ത്യാഗോജ്വലമായ ഒരു യാത്ര ശ്രീ രാഹുൽ ഗാന്ധി നടത്തുകയുണ്ടായി. കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും ക്ഷീണിച്ചു എന്ന് കാണുമ്പോൾ കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ഒരു നേതൃത്വം അത് സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ യാത്ര തുടങ്ങിയത്. എല്ലാവരും ധരിച്ചു, എങ്ങനെയാണ് ഇത്രയും ദൂരം നടക്കുക? മനുഷ്യന് അസാധ്യമായ ഒരു കാര്യമാണ്. ആ അസാധ്യമായ കാര്യമാണ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ വരുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മാത്രമല്ല, ഇടപെട്ടുകൊണ്ട്. അങ്ങനെയല്ലേ അദ്ദേഹം മണിപ്പൂരിൽ നിന്ന് വീണ്ടും ബോംബെയിലേക്ക് യാത്ര ആരംഭിച്ചു. 7500 കിലോമീറ്റർ ഇന്ത്യയിൽ ആകമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ, BJP ഇതര ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർലമെന്റിൽ പ്രതിപക്ഷങ്ങൾക്കും ഭരണകക്ഷികൾക്കും അഭിപ്രായം പറയാൻ, വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന നാടാണ് ഇന്ത്യ. പ്രതിപക്ഷങ്ങൾ വളരെ കുറച്ചുപേരെ ഉണ്ടായുള്ളെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് സഖാവ് AK ഗോപാലനായിരുന്നു. നെഹ്റു പ്രസംഗിച്ചു കഴിഞ്ഞാൽ അടുത്തതായി പ്രസംഗിക്കുന്നത് സഖാവ് AK ഗോപാലനാണ്. പ്രതിപക്ഷ നേതാവാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം എന്താണ് പ്രതിപക്ഷങ്ങൾ പറയുന്നത് എന്ന് കേൾക്കാൻ നിറസാന്നിധ്യമായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കും, അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ പരാമർശങ്ങൾ നടത്തും, ആക്ഷേപങ്ങൾ പറയും പ്രതിപക്ഷം. അതെല്ലാം അദ്ദേഹം സശ്രദ്ധയോട് കേട്ടുകൊണ്ടിരിക്കും. മാത്രമല്ല, പ്രതിപക്ഷങ്ങൾ രാഷ്ട്രീയമായി പറയുമ്പോൾ അതിനെല്ലാം രാഷ്ട്രീയമായ മറുപടിയുണ്ട്. പക്ഷേ ഒരു ഭരണാധികാരി എന്ന രീതിയിൽ തന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ട് എന്ന് പ്രതിപക്ഷങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി അത് സ്വീകരിക്കാനും തിരുത്തേണ്ടവ തിരുത്താനും അത് ഉൾക്കൊള്ളാനുമുള്ള ഒരു ജനാധിപത്യ മര്യാദയാണ് നെഹ്റു തുടങ്ങി വെച്ചത്. ഇപ്പോ ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രതിപക്ഷങ്ങൾ പറയുന്നത് കേൾക്കാൻ പ്രധാനമന്ത്രിയില്ല. മാത്രമല്ല 241 MPമാരെ
ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി. എത്ര പേരെയാ? 241 എംപിമാരെ. ആലോചിച്ച് നോക്കണം. അങ്ങനെ ഒരു ഭരണാധികാരിക്ക് ഈ രാജ്യം ഭരിക്കാൻ കഴിയുമോ? അങ്ങനെയാണോ ഈ രാജ്യത്തെ ഭരണ മാതൃക? അതാണോ ജനാധിപത്യം? എന്തിനു പറയുന്നു? 4.25 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷത്തോട് ജയിച്ച ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം കളഞ്ഞില്ലേ? ഇതാണോ ജനാധിപത്യം? രാഹുൽ ഗാന്ധി പാർലമെന്റിൽ രൂക്ഷമായി പ്രധാനമന്ത്രി വിമർശിക്കുന്നു. അത് കേൾക്കാൻ പാടില്ല പോലും, ഉൾക്കൊള്ളാൻ പാടില്ല പോലും. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമാണ് ഈ ആക്ഷേപം പറയുന്നത്. അദ്ദേഹം നടത്തിയ 2 യാത്രയും ഇന്ത്യയിൽ മുഴുവൻ നരേന്ദ്രമോദിയുടെ ഭരണത്തിനെതിരെയുള്ള രൂക്ഷമായ വിമർശനം, അതാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ യാത്രയിലുണ്ടായത്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഇന്ത്യയുടെ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ അദാനി എന്ന് പറയുന്ന, അംബാനി എന്ന് പറയുന്ന വൻകിട മുതലാളിമാർ കോടാനുകോടി രൂപ മുതൽ കൂട്ടുന്നു, കള്ളപ്പണം ഉണ്ടാക്കുന്നു. അതിന് പ്രധാനമന്ത്രി കൂട്ടുനിൽക്കുന്നു. അദാനി നരേന്ദ്രമോദി കേരളത്തിലെ മുഖ്യമന്ത്രിയാകുമ്പോൾ എത്ര, ഇപ്പോ 10 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആസ്തി എത്ര? കണക്ക് സഹിതമാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി ഒന്നും പറഞ്ഞില്ല പോലും. ഇന്ത്യയിൽ മുഴുവൻ രാജ്യത്ത് സഞ്ചരിച്ച് അദ്ദേഹം പ്രസംഗിച്ചത് ഈ മുഖ്യമന്ത്രിക്കെതിരെയാണോ? ആരാണത്? ഇന്ത്യയുടെ ഭരണാധികാരികൾക്കെതിരെയല്ലേ? ഇന്ത്യയുടെ വർഗീയതക്കെതിരെയല്ലേ? സാമ്രാജ്യത്വത്തിനെതിരെയല്ലേ? ജനാധിപത്യത്തിനും മതേതരത്തിനും വേണ്ടിയുള്ള യാത്രയല്ലായിരുന്നുവോ? ഇന്ത്യയുടെ പാർലമെന്റ് എന്നും കലുഷിതമാകാറുണ്ട്. വിമർശിക്കപ്പെടുമ്പോൾ, ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ, പ്രതിഷേധമായി നടുക്കളത്തിലിറങ്ങിയാൽ MP-മാരെ പുറത്താക്കുന്നു, സസ്പെൻഡ് ചെയ്യുന്നു. നമ്മുടെ ശ്രീ ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള MP-മാർ ഇന്ത്യയുടെ പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിൽ വാച്ചാൻപാട് ഇവരെ പിടിച്ച് പുറത്തു കൊണ്ടുപോയി ചവിട്ടി മതിക്കുന്ന ആ കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. മുഖ്യമന്ത്രി പറയുന്നത് പാർലമെന്റിൽ ഇവരാരും ഒരക്ഷരം മിണ്ടിയില്ല എന്നാണ്. ഇന്ത്യയുടെ പാർലമെന്റ് എണ്ണം കുറവാണെങ്കിലും ഈറ്റ പുലികളെ പോലെ നരേന്ദ്രമോദിക്കെതിരെ ഗർജനം നടത്തുന്ന MP-മാരല്ലേ നമ്മുടേത്? സ്വാഭാവികമായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി ഉയർന്നു വരേണ്ടതിന്റെ ആവശ്യകതയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ബെന്നി ബെഹനാൻ ജയിക്കണോ, അല്ലെങ്കിൽ അപ്പുറത്ത് മുരളീധരൻ ജയിക്കണോ, അല്ലെങ്കിൽ ഹൈബീഡൻ ജയിക്കുമോ എന്നതിനേക്കാളപ്പുറമായ ഒരു മാനമുണ്ട്. ആ മാനം ഇന്ത്യ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ളതാണ്. ഇന്ത്യ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ളതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എവിടെയെല്ലാം പാവപ്പെട്ടവരും ന്യൂനപക്ഷങ്ങളും അടിച്ചമർത്തപ്പെട്ടവരുമുണ്ടോ അവരെ ആശ്വസിപ്പിക്കാൻ ആര്? ശ്രീ രാഹുൽ ഗാന്ധി മണിപ്പൂർ ഓടിച്ചെന്നല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് പോയില്ല. രാഹുൽ ഗാന്ധി അവിടെ പോയി അവരോട് നിങ്ങൾ പരസ്പരം കൊല്ലരുത്, പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കരുത്, നമുക്ക് സമാധാനമുണ്ടാകണം എന്ന് പറയാൻ, ആശ്വസിപ്പിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ടില്ല. ശ്രീ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. UP-യിൽ രാത്രിയിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ 10-15 ദുഷ്ടന്മാർ ബലാത്സംഗം ചെയ്ത് ഒരു ദളിത് പെൺകുട്ടിയെ കൊല്ലുകയുണ്ടായി. അങ്ങനെ ഈ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത്, പോലീസുണ്ട്, പട്ടാളമുണ്ട്, ഭരണാധികാരികളുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്. ഒരു ദളിത് പെൺകുട്ടിയെ പിച്ചു ചീന്തി ബലാത്സംഗം ചെയ്ത് കൊന്ന് ആ കുട്ടിയുടെ മൃതദേഹം ഒന്ന് കാണാൻ സ്വന്തം സഹോദരന് പോലും അനുവാദം കൊടുത്തില്ല. രാത്രിക്ക് രാമാനം അത് കുഴിച്ചെടുക്കുകയുണ്ടായി, മറവ് ചെയ്യുകയുണ്ടായി. സ്വന്തം സഹോദരൻ, എനിക്ക് ആ മൃതദേഹം ഒന്ന് കണ്ടാൽ മതി. പരാതി ആരോട് കൊടുക്കാൻ? പോലീസ് അവരുടെ കൂടെ, കോടതി അവരുടെ കൂടെ, ഗവൺമെന്റ് അവരുടെ കൂടെ. ദൈവമേ എന്ന് വിളിച്ച് നിലവിളിക്കാനല്ലാതെ കഴിയാത്ത ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു. ശ്രീ രാഹുൽ ഗാന്ധി രാത്രിയിൽ പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ പോലീസ് പട്ടാളം പോകാൻ സമ്മതിക്കില്ല. ആ വീട്ടിൽ, ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അവരെ സമാധാനിപ്പിക്കാൻ പോകാൻ സമ്മതിക്കില്ല. അദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു വന്ന പിറ്റേ ദിവസം പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും കൂടി യാത്രയായി.
പ്രിയങ്ക ജീപ്പ് ഓടിച്ചുകൊണ്ട് അതിൽ കയറി രാഹുൽ ഗാന്ധി. നിങ്ങൾ ആര് തടഞ്ഞാലും ഞങ്ങൾ ആ വീട്ടിൽ പോകും. ആ വീട്ടിലുള്ള അവരുടെ കുടുംബാംഗങ്ങളെ സമാധാനിപ്പിക്കാൻ ഞങ്ങളുടെ ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം വരാൻ പോകുന്ന പ്രിയങ്ക ഗാന്ധി ജീപ്പ് ഓടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരുമിച്ച് അവിടെ പോലീസല്ല പട്ടാളം നടന്നാലും ഞാൻ ആ പാവപ്പെട്ടവരുടെ വീട്ടിൽ പോയി അവർക്ക് സമാധാനം അവർക്കുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ആ വീട്ടിൽ പോയ പ്രിയപ്പെട്ട നേതാവാണ് ശ്രീ പ്രിയങ്ക ഗാന്ധി. ശ്രീ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ന് എല്ലാവർക്കും ഒരു അത്താണിയായി നിൽക്കുകയാണ്, ആകാംക്ഷ നിൽക്കുകയാണ്. ആരോടെങ്കിലും പരാതി പറയണ്ടേ? ആരെങ്കിലും ആർക്കും വേണ്ടി സംസാരിക്കണ്ടേ? അതുകൊണ്ട് ഈ പോരാട്ടം നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരണം. ഇന്നലെ 102 നിയോജകമണ്ഡലങ്ങളിൽ പോളിംഗ് നടന്നു. ചില സംസ്ഥാനങ്ങളിൽ 75 മുകളിൽ ഉണ്ടായിരുന്നു. ആവറേജ് 65% പോളിംഗ് നടന്നിട്ടുള്ളത്. ഞാനിവിടെ പറയുന്നു, നമുക്ക് 26-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. ഏറ്റവും കൂടുതൽ പോളിംഗ് നമ്മുടെ സംസ്ഥാനത്തുണ്ടാകണം. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം നമ്മുടെ ഓരോ MP-മാർക്കും കൊടുക്കണം. കേന്ദ്ര ഗവൺമെന്റിനോടും സംസ്ഥാന ഗവൺമെന്റിനോടുമുള്ള പ്രതിഷേധം രാജ്യമെങ്ങാടും അമ്പളിക്കുകയാണ്. നമ്മളൊക്കെ സ്ക്വാഡുമായി വീടുകളിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള വീട്ടമ്മമാർ പറയുന്നു, എന്തുകൊണ്ട് ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കിക്കൂടാ? ആരെ? പിണറായി വിജയനെ. എന്തുകൊണ്ട് കേന്ദ്രത്തിലെ ഈ ഗവൺമെന്റ് പുറത്താക്കിക്കൂടാ? ആരെ? നരേന്ദ്രമോദിയെ. നമുക്ക് പുറത്താക്കാൻ ആഹ്വാനം ചെയ്താൽ പോരല്ലോ, പുറത്താകണമെങ്കിൽ ഭൂരിപക്ഷം കിട്ടണം. ഇന്ത്യയുടെ പാർലമെന്റിൽ 272 സീറ്റാണ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ, നരേന്ദ്രമോദിയും കൂട്ടരും പറയുന്നു ഞങ്ങൾക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള 375 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്യും. എന്നാലോചിച്ച് നോക്കണം, ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്യും എന്ന് ഒരു മുന്നറിയിപ്പാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരിക്കലും അത് ഓർക്കാൻ പോലും കഴിയില്ല. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആകെയുള്ള ആശ്രയം ആ ഭരണഘടനയാണ്, ജുഡീഷ്യറിയാണ്. അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഭരണഘടന ഭേദഗതി ചെയ്ത് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കശാപ്പ് ചെയ്തുകൊണ്ട് ഒരു ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തിന് ഉണ്ടാകാൻ ഒരിക്കലും നമുക്ക് അനുവദിച്ചുകൂടാ. അതിന് ഈ സംസ്ഥാനത്തും ഇന്ത്യയിലും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു മുന്നേറ്റം ഉണ്ടാകണം. ഇവിടെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് BJP വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു കൂട്ടുകെട്ടാണ്. ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ ഒരുപാട് പ്രയത്നം നമ്മൾ നടത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധി ആദ്യമായി 23 പാർട്ടികളെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തു. അങ്ങനെ ചർച്ച ചെയ്ത് ഒരു മുന്നണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ മുന്നണി ഉണ്ടാക്കാൻ തീരുമാനിച്ച നേതൃത്വം കൊടുത്ത നിതീഷ് കുമാർ ചാടി. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് പോകും, ഒരാൾ അങ്ങോട്ട് പോകും. BJPക്കെതിരെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ച ചെയ്ത് കോൺഗ്രസ് മുന്നോട്ട് പോയി. ഇപ്പോൾ ഇന്ത്യ മുന്നണി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം നടക്കുന്ന ഈ പോരാട്ടത്തിൽ നമുക്ക് BJPയെ പരാജയപ്പെടുത്തി ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരണം. നരേന്ദ്രമോദി പറഞ്ഞതുപോലെ, നരേന്ദ്രമോദി വാക്ക് പറയുന്നത് പോലെ നമുക്ക് ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല. നമുക്ക് വാക്ക് പറഞ്ഞാൽ അത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. നരേന്ദ്രമോദി പറഞ്ഞത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് തങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഇന്ത്യയിലെ പെട്രോളിന് 50 രൂപയ്ക്ക് തരുമെന്ന് പറഞ്ഞു. ഗ്യാസ് അന്ന് 452 രൂപയായി, ഇന്ന് 1100 ഓരോ വീടുകൾക്കും 15 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞു. വിദേശ പണം. 2 കോടി ജനങ്ങൾ യുവാക്കൾക്ക് പണി കൊടുക്കുമെന്ന് പറഞ്ഞു. 10 വർഷം 20 കോടി. മോഡിയുടെ ഗ്യാരണ്ടി എവിടെ പോയി? മോഡി പറഞ്ഞ് എന്തെങ്കിലും ഇവിടെ നടപ്പാക്കാൻ കഴിഞ്ഞുപോ? മാത്രമല്ല, ഇന്ത്യയുടെ പാർലമെന്റിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് നിയമം കൊണ്ടുവന്നു? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ന് വരെ ഒരുപാട് പ്രധാനമന്ത്രിമാർ, കോൺഗ്രസിന്റെയും അല്ലാത്തതുമായ പ്രധാനമന്ത്രിമാർ ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുണ്ട്. എന്തിനു പറയുന്നു? BJPയുടെ വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. സ്വാഭാവികമായും ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന പ്രധാനമന്ത്രിമാർ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കേണ്ടത്, ജനങ്ങളുടെ കൂടെ നിന്നാണ് ഭരിക്കേണ്ടത്. അതല്ലാതെ തന്റെ ഇഷ്ടം പോലെ താനാണ് പാർട്ടി, താനാണ് തീരുമാനം, താൻ തന്നെ
ഏകാധിപതി. ഇവിടെ നാളെ ഇന്ത്യയിൽ ആരായിരിക്കണം പ്രധാനമന്ത്രി? ഇന്ത്യ മുന്നണി കൂടി തീരുമാനിക്കും ആരാണ് പ്രധാനമന്ത്രി എന്ന്. BJP ആരോടും ചോദിക്കുന്നില്ല. വാജ്പേയിയാണ് പ്രധാനമന്ത്രി പോലും. നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി തന്നെ പറയുകയാണ് ഞാനാണ് പ്രധാനമന്ത്രി എന്ന്. അപ്പോൾ ഒരു ജനാധിപത്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിന്റെ മണ്ണിൽ നിന്നും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന MP-മാർക്ക് അവിടെ അവകാശം സ്ഥാപിക്കാനും അഭിപ്രായം പറയാനും അത് പ്രാവർത്തികമാക്കാനുള്ള ആ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണം. നമുക്ക് പിണറായി വിജയന്റെ സർക്കാരിൽ നിന്ന് ഒരുപാട് തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങൾ വാണം പോലെ കുതിച്ചുയർന്നു. സിവിൽ സപ്ലൈ സ്റ്റോറിലോ മാവൽ സ്റ്റോറിലോ സാധനങ്ങളില്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ 7 മാസമായി സർക്കാർ ജീവനക്കാർക്ക് 7 മാസമായി കൊടുത്തിട്ട് KSRTയിൽ ശമ്പളമില്ല. പെട്രോൾ അടിക്കാൻ പോലും കാശുമില്ല. ജനറൽ ആശുപത്രിയിൽ പോയാൽ മരുന്ന് വാങ്ങിക്കാൻ മരുന്നില്ല. എല്ലാം പുറത്തോട്ട് എഴുതുകയാണ്. ജനങ്ങളാകെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കുടുംബ ബഡ്ജറ്റ് തകർന്നുകൊണ്ട് ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരെ നമുക്ക് പ്രതികരിക്കണം. നമുക്കൊരിക്കലും മുഖ്യമന്ത്രിയെ പിടിച്ച് 2 അടി കൊടുക്കാൻ കഴിയുമോ? പ്രധാനമന്ത്രിയെ പിടിച്ച് 2 അടി കൊടുക്കാൻ കഴിയുമോ? നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഈ വരാൻ പോകുന്ന പോരാട്ടത്തിൽ 26-ാം തീയതി പോളിംഗ് ബൂത്തിൽ പോയി നമ്മുടെ പ്രിയപ്പെട്ട ചിഹ്നമായ കൈപ്പത്തിയിൽ വോട്ട് ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിക്കും പിണറായി വിജയനെതിരെയുള്ള ആ വികാരം പ്രകടിപ്പിക്കാനുള്ള അവസരമാക്കി എടുക്കണം എന്ന് വിനീതമായി സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീ ബെന്നി ബെഹനാൻ 5 വർഷക്കാലം MP-ആയി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിലും അംഗമായിരുന്നു. നാട്ടിലും പാർലമെന്റിലും വളരെ സജീവമായി മുന്നോട്ട് പോകുന്ന ശ്രീ ബെന്നി ബെഹനാനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ എത്ര പറയുന്നു കേരളത്തിലെ 20 സീറ്റിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ചാലക്കുടി പാർലമെന്റിൽ ശ്രീ ബെന്നി ബെഹനാന് കൊടുക്കും എന്ന് തീരുമാനിച്ചുകൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം എന്ന് മാത്രം വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. നമസ്കാരം. ജയ് UDF.